ബി.ആർ. ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗുരുവായൂർ ഇല്ലം നിറയാണെന്ന്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ അമ്പലത്തിന് പൂജിച്ചിട്ടുള്ള കതിരുകൾ എല്ലാ ആൾക്കാർക്കും അവിടെ വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങളും പോയി. അപ്പൊ കതിര് കിട്ടി. അതെ, കിട്ടി. രാവിലെ 11 തൊട്ട് 1:30 വരെയാണ് സമയം. ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും. നല്ല തിരക്ക് ക്യൂ ആണ് കേട്ടോ, നല്ല ക്യൂ ഉണ്ട്, വലിയ ക്യൂ ആണ്, ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നല്ലേ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഗുരുവായൂർ അമ്പലത്തിലെ ഈ നിറ അവിടെ നിന്ന് കുറച്ച് കതിര് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതൊരു ഭാഗ്യാണ് കേട്ടോ. കതിരിനെ കുറിച്ചുള്ള വിശേഷങ്ങളിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, പാലേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ പാലേട്ട, ഇതിനെ കുറിച്ച് എന്താണ് ഇതിന്റെ ഐതിഹ്യം? ഇല്ലനിറ എന്ന് പറയപ്പെടുമ്പോൾ ഇല്ലനിറ ഈ കതിരുകളൊക്കെ ഭവനങ്ങളിൽ നിറയ്ക്കുന്നതോടൊപ്പം കാർഷിക സമൃദ്ധിയുടെ നാളുകൾക്കുള്ള ഒരുപക്ഷെ ആ പ്രയാണത്തിന് കരുത്തു പകരുന്ന, അതിൽ ദേവ തുല്യമായ സാന്നിധ്യവും ഭവനങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന ഒരു വലിയ നിമിത്തമാണ് ഇല്ലനിറ എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, കാർഷിക സംസ്കൃതി എന്നൊക്കെ പറഞ്ഞാൽ കർക്കിടക മാസത്തിന്റെ ദുർഘടങ്ങളൊക്കെ മാറ്റി ചിങ്ങമാസത്തിന്റെ വരവോടുകൂടി പുത്തൻ ഉണർവും ഈ കാലഘട്ടത്തിന്റെ ഒക്കെ മാറ്റത്തിന്റെ അനുസൃതമായി ഇനി മറ്റേ സമൃദ്ധിയായി മുന്നോട്ടുള്ള പ്രയാണത്തിൽ കർക്കിടക മാസത്തിന്റെ അതുവരെ ഉണ്ടായ ജീവിത പ്രയാണങ്ങളുടെ തടസ്സങ്ങൾ മാറ്റി സുഗമമായ നല്ല ജീവിത രീതിയും നല്ല ജീവിത പ്രയാണങ്ങൾക്കുമുള്ള എത്ര മതിവരാളും നിറയുന്ന ഭവനങ്ങളായി മാറട്ടെ എന്ന ഗുരുവായൂരപ്പൻ്റെ സാമീപ്യവും അല്ലെങ്കിൽ ഭഗവാന്മാരുടെ പരിസര ക്ഷേത്രങ്ങളിലൊക്കെ ഭഗവാന്മാരുടെയും ഭഗവതിമാരുടെയും ഒക്കെ സാന്നിധ്യം ഭവനങ്ങളിലേക്ക് ആഹ്വാനിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇല്ലനിറ. താന്ത്രിക ചടങ്ങുകൾ നിറസമൃദ്ധിയോടെയൊക്കെ ഇത് മാറ്റപ്പെടുമ്പോൾ അതിന് കൂടുതൽ ആത്മീയാംശവും ദൈവവുമായി മാറപ്പെടുക. പിന്നെ ഇത് നമ്മള് അമ്പലത്തിന് കൊണ്ടുപോയിട്ട് നമ്മള് വീട്ടിൽ കൊണ്ട് കെട്ടിത്തൂക്കും അല്ലെ? പണ്ടൊക്കെ ഈ ആചാരാനുസരിച്ച് ഇല്ലനിറ വല്ലനിറ എന്നൊക്കെ പറഞ്ഞ് തലയിലൊക്കെ വെച്ച് ആർപ്പോ എന്നൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ അല്ലേ കൊണ്ടുപോകാൻ. എന്നിട്ട് നമ്മള് വീട്ടിൽ കൊണ്ടുവരുമ്പോ വിളക്ക് കാണിച്ച് അവിടെ അരിമാവ് കൊണ്ട് അണിഞ്ഞ് അത് ചൈതന്യത്തിന്റെ മൂർത്തിഭാവമായിട്ടാണ് ഭവനങ്ങളിൽ വെക്കുന്നത് നമ്മള്. അത് മുന്നോട്ടുള്ള ജീവിതത്തിന്റെ പ്രയാണത്തിൽ ഇനി സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെ ഒക്കെ പ്രതീകമായിട്ട് ചെയ്യുന്നതാണ്. വീട്ടിലെത്തിയിട്ടുണ്ട് കതിരൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് ഫ്രണ്ടില് കെട്ടിത്തൂക്കാം നമുക്ക് കൂടെ. ഓക്കെ, അപ്പൊ നമ്മള് ഇല്ലനിറയുടെ ഈ കതിര് കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ വീട്ടില് പഴയത് കെട്ടിത്തൂക്കിൻ്റെ കൂടെ. അപ്പൊ അതൊക്കെ നമുക്ക് അഴിച്ചു കളഞ്ഞിട്ട് ഇന്ന് കൊടുന്ന് കതിര് നമുക്ക് കെട്ടിത്തൂക്കാം അവിടെ കേട്ടോ. അപ്പൊ ഞാൻ കതിരൊക്കെ അഴിച്ചെടുക്കുവാണ് നമ്മള്. അപ്പൊ നമുക്കിനി അടുത്ത എടുക്ക് കതിരെടുക്ക നമുക്കിവിടെ കെട്ടി തൂക്കാം. അത് ഫുള്ളായിട്ട് കെട്ടി തൂക്കണ, അതിന്റെ പകുതി എടുത്താൽ മതി. പകുതി നമുക്ക് അകത്തും കെട്ടി തൂക്കാം. നമ്മള് പകുതി എടുത്തിട്ട് ഇല്ലനിറയുടെ കതിര് നമ്മുടെ വീട്ടിൽ കൊടുന്നിട്ട് ഇങ്ങനെ കെട്ടി തൂക്കാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഐശ്വര്യമാണ് അത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മളൊരു ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് പിടിച്ചത് ഈ ചെണ്ട കഴിഞ്ഞ പ്രാവശ്യത്തല്ലേ? അതെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചാട്ടാ പിടിച്ചാണ് ഇതിനിടയിൽ ഇങ്ങനെ. അപ്പൊ അതുപോലെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ കെട്ടി തൂക്കി കിടക്കുമ്പോ കാണാനൊരു ഭംഗിയല്ലേ? അപ്പൊ അതിനു വേണ്ടി നമ്മളത് മേടിച്ചാണത്. നൂലിട്ട് കെട്ടണത്. ഇത് പലരും പല രീതിയിലായിട്ടൊക്കെ കെട്ടി തൂക്കുക. ചിലവര് ഈ ചാണകം പിടിക്കും. പണ്ട് ചാണകത്തിന്റെ മുകളിൽ നേരെ വെക്കും. എന്നിട്ട് ഈ ഇതുണ്ടല്ലോ പ്ലാസ്റ്റർ പോലത്തെ സാധനം ഒട്ടിക്കണത്, അതിങ്ങനെ വെച്ച് ഒട്ടിക്കും. അതല്ലേ? അങ്ങനെ ഇൻവെസ്റ്റോർ ആയിട്ടുള്ള നമ്മളിവിടെ കതിര് കൊടുന്ന് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ട് നമ്മള് ഇവിടെ തൂക്കിയതാണ്. നമ്മള് ഒരു ആണിയുണ്ട്, അപ്പൊ ആണിയുടെ മുകളിൽ കൂടെ വെച്ചിട്ട് നമ്മളിങ്ങനെ പുതുക്കെ അതിന്റെ മുകളിൽ കെട്ടി തൂക്കി. വാവ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ കതിര്? അടിപൊളി. ഗുരുവായൂർ ഇല്ലനിറ എന്നത് കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായ ഒരു ആചാരമാണ്. ഐതിഹ്യപരമായ പിന്തുണയില്ലെങ്കിലും ഇത്
കർഷക കൂട്ടായ്മയുടെ നന്മയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായി കണക്കാക്കപ്പെടുന്നു. ഈ ചടങ്ങിൽ വിള കൊയ്തെടുത്ത നെൽക്കറ്റകൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു. അവിടെ മേൽശാന്തി ലക്ഷ്മി പൂജയും ഐശ്വര്യ പൂജയും നടത്തുന്നു. പൂജിച്ച കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. അവർ ഇത് വീടുകളിൽ കൊണ്ടുപോയി ഇല്ലനിറ നടത്തുന്നു. ഇത് ഐശ്വര്യത്തെയും സമൃദ്ധിയെയും ക്ഷണിക്കുന്ന ഒരു ഭക്തി നിർഭരമായ ചടങ്ങാണ്. കിഴക്കേ നടയിൽ കതിർക്കറ്റകൾ ശുദ്ധീകരിക്കാനുള്ള ചടങ്ങുകളോടെയാണ് ഇല്ലനിറ ആരംഭിക്കുന്നത്. അരിമാവണിഞ്ഞ നാക്കിലയിൽ നിരത്തിയ നെൽക്കതിരുകൾ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാർ അനുഗമിക്കുന്നു. അതിൽ വിളക്കുമായി വാദ്യമേളങ്ങളോടെ എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.